my dears, welcome back to my channel. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഈവനിംഗ് സ്നാക്ക് റെസിപ്പി ആയിട്ടാണ്. നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് മുട്ട ബജിയാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ട ബജി തയ്യാറാക്കുന്നത് നോക്കാം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു 1/4 കപ്പ് കടലപ്പൊടി എടുത്തിട്ടുണ്ട്. അതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. അതുപോലെ അതിലേക്ക് 1/2 കപ്പ് മൈദപ്പൊടിയും ഒരു 1/4 കപ്പ് അരിപ്പൊടിയും ചേർക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് മൂന്നും കൂടി ഒന്ന് അരിച്ചെടുത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇതൊന്നിങ്ങനെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അതുപോലെ 1 ടീസ്പൂൺ നമ്മുടെ കാശ്മീരി മുളക് പൊടിയും 1 ടീസ്പൂൺ ചതച്ച മുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ചുവന്നുള്ളി നന്നായി ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ് കേട്ടോ. ആ ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതുപോലെ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് 2 പച്ചമുളക് എടുത്താൽ മതിയാവും. ചെറുതായിട്ട് അരിഞ്ഞതും ഒരു കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം നമുക്കിതിലേക്ക്. എന്നിട്ട് ഇതിലേക്ക് ഞാൻ അല്പം നമ്മുടെ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഓപ്ഷനിലാണ്, യാതൊരു നിർബന്ധവുമില്ല. നമുക്ക് ഇതിലേക്ക് അല്പം കായപ്പൊടി ചേർത്താൽ മതിയാവും കേട്ടോ. കായപ്പൊടി ചേർക്കുമ്പോൾ ഒരു വേറെ ടേസ്റ്റാണ്. ഞാൻ അതിൽ ചേർക്കാൻ വിട്ടുപോയൊരു സംഭവമാണ്. എന്നിട്ട് അല്പാൽപ്പം വെള്ളം ചേർത്തിട്ട് നമുക്ക് നല്ല തിക്കായി കിട്ടുന്നത് വരെ ഇതൊന്ന് കുഴച്ചെടുക്കണം. ഒരുപാട് വെള്ളം ചേർക്കരുത്, അപ്പോൾ ഭയങ്കര ലൂസായി പോവും. അങ്ങനെ ആവരുത്, നല്ല തിക്കായിട്ട് കിട്ടണം. അപ്പോൾ ഇത് ഈ കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് മാവ് കിട്ടാനായിട്ട്. ഈ രീതിയിലൊന്ന് കുഴച്ചെടുക്കും. ഇവിടെ ഞാൻ മുട്ട എടുത്തിട്ട് പുഴുങ്ങിയിട്ട് 4ആയിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു മസാലക്കൂട്ടാണ്. പക്ഷേ ഇത് വീഡിയോയിൽ മിസ്സായി പോയ സംഭവമാണ്. പക്ഷേ ഇതിനധികം പണിയില്ല. എന്താണെന്ന് ഞാൻ പറയാം. ഒരു 2 സവാള എടുത്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. അതൊന്ന് വെളിച്ചെണ്ണയിൽ വഴറ്റുക. അല്പം ഉപ്പും ചേർത്ത് വഴറ്റുക. അതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ മസാല റെഡിയാവാനായിട്ട്, ഫില്ലിങ്. ഇനി നമുക്ക് പാൻ അടുപ്പത്ത് വെച്ചിട്ട് ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ ബജി തയ്യാറാക്കിയെടുക്കാം. ആദ്യം മുട്ട എടുത്തിട്ട് നമ്മൾ ഫില്ലിങ് റെഡിയാക്കുന്നത് പറഞ്ഞല്ലോ. ആ ഫില്ലിങ് എടുത്തിട്ട് ഒന്ന് ആ മുട്ടയുടെ യെല്ലോയിൽ ഒട്ടിപ്പിടിക്കുന്ന രീതിയിലൊന്ന് കയ്യിലിട്ടൊന്ന് ഉരുട്ടുക. എന്നിട്ട് നമുക്ക് നമ്മുടെ മാവിൽ മുക്കിയിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണ നന്നായി ചൂടായതിന് ശേഷം ഇടുക. പക്ഷേ ചൂടായതിന് ശേഷം നമ്മളൊന്ന് സിമ്മിലോട്ട് വെച്ചിട്ട് വേണം നമ്മുടെ മുട്ട ബജി ഇട്ട് കൊടുക്കാനായിട്ട്. അങ്ങനെ ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഇതിലേക്കിട്ട് ബജി തയ്യാറാക്കിയെടുക്കാം. വളരെ ഈസിയാണ്, വളരെ ടേസ്റ്റിയാണ്. നമ്മൾ സാധാ ബജി തയ്യാറാക്കുന്നതിലും ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇങ്ങനെ തയ്യാറാക്കുമ്പോൾ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ എന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ ബൈ.